ഇറങ്ങാനല്ലേ ഇമ്മക്കുട്ടി ഹെൽമെറ്റ് വെക്കണം നോക്കട്ടെ. ഉഫ്, കഷ്ടപ്പെട്ടാണ് വെക്കണേ. എന്താ വെക്കോ? മുടിയൊക്കെ നാശാവും ഹെൽമെറ്റ് വെച്ച്. സാരില്ല, ഹെൽമെറ്റ് വെച്ചോളൂ. അവിടെ എത്തിയിട്ട് ആദ്യമോ നമുക്ക് 2 വീലറിൽ പോണതായാലും ഇപ്പോൾ അയ്യോ കാറിൻ്റെ അവസ്ഥ ഉണ്ടോ. എൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും ഇങ്ങനെ തന്നെ. ഈ പൊടിയൊക്കെ തുടച്ച് ഇന്ന് വൃത്തിയാക്കണം. കവറൊക്കെ മേടിച്ചിട്ടുണ്ട്, കവറൊക്കെ ഇടണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇന്ന് അത്തല്ലേ, അപ്പോൾ വലിയ പൂക്കളെ ഇട്ടിട്ടുണ്ടാവും. ഭാരത്, അതാണ് ഇവിടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഭാരത്തിൽ നിന്ന് കഴിച്ചിട്ടും വരാച്ചിട്ടാ അങ്ങനെ വരാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതിനാണ് ഇപ്പം തന്നെ വന്ന് ഡാർക്ക് സ്പോട്ടായിട്ടിരിക്കണേ. അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഭാരത് ഹോട്ടലെത്തിയപ്പോൾ സൂചി കുത്താൻ സ്ഥലമില്ല. അത്തത്തിൻ്റെ ദിവസം കൂടി ആയതുകൊണ്ട് അമ്പലത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലല്ലേ, ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ എല്ലാവരും ഭാരതത്തിൽ വന്നിട്ടല്ലേ ഫുഡ് കഴിക്കുക. അങ്ങനെ ആകെ ഭയങ്കര തിരക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടലിൽ കയറി, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തൊന്നും പോകില്ല കേട്ടോ, കാരണം നമ്മൾ എപ്പോഴും അടുത്തല്ലേ, അപ്പം എപ്പോൾ വേണമെങ്കിലും പോവാം. ഇടയ്ക്കിടയ്ക്ക് പോവാറുമുണ്ട്. നമുക്ക് ആ അത്തത്തിൻ്റെ മറ്റേ പൂക്കൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. വിശക്കണമുണ്ടായിരുന്നു നന്നായിട്ട്, അതുകൊണ്ട് പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇമ്മക്കുട്ടി ദോശ ഓർഡർ ചെയ്തു, ഏട്ടൻ ഇഡ്ഡലിയും, അതേപോലെ ഞാൻ പൂരി, ബട്ടൂരിയാണ് കേട്ടോ അത്. പിന്നെ ഇമ്മക്കുട്ടിക്ക് കാപ്പി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞ് കുടിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഫുള്ളങ്ങ് കുടിച്ചു വിട്ട ആൾ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ ചായയും കാപ്പിയൊന്നും കൊടുക്കാറില്ല ഇമ്മക്കുട്ടിക്ക്, അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദേ നമ്മൾ എത്തി വടക്കുന്ന അതെല്ലാം കണ്ടു, എന്ത് വലിയ പൂക്കളാണല്ലേ. ഇതിങ്ങനെ ന്യൂസിലൊക്കെ വരും കേട്ടോ. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ന്യൂസിലൊക്കെ അവർ വന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആളുകളുടെ അടുത്ത് അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ്, എന്ത് അടിപൊളി വൈബാണ്. തൃശ്ശൂരിൻ്റെ വൈബ് ഒരു പ്രത്യേക വൈബ്. എല്ലാ നാടിനും അതിൻ്റേതായ രസമൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ സ്വന്തം നാട് നമുക്ക് ഭയങ്കര പ്രിയമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ എനിക്ക് ഇറ്റ്സ് സോ സ്പെഷ്യൽ. തൃശ്ശൂർ സോ സ്പെഷ്യൽ ഫോർ മീ. അടുത്ത് കുറേ പേരെങ്കിലും ചോദിക്കാറുണ്ട് എന്താ അപ്പോൾ കൊച്ചിയിൽ സെറ്റിൽ ആവാത്ത. എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയല്ലേ. നാട്ടിൽ എന്തായാലും വന്നു, നമ്മൾ ഗോവയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ കൊച്ചിയിലായിക്കൂടെ. പക്ഷേ എനിക്ക് തൃശ്ശൂരാണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ പൂക്കളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കണ്ടു. പിന്നെ നല്ല വെയിലായി, അപ്പോൾ നമ്മൾ വിചാരിച്ചു നടക്കാമെന്ന്. അപ്പോൾ ഈ തേക്കിങ്ങാട് മൈതാനത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറേ ചട്ടികൾ, അതിനുശേഷം ഇതേ കുലുക്കി സർബത്ത് പൊന്നും ഇങ്ങനെ ഇട്ട് തകർക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഇത്ര ബഹളത്തിൽ കുലുക്കി സർബത്ത് ഉണ്ടാക്കേണ്ടത്, പതുക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് ഉണ്ടാക്കുമായിരുന്നു അവർ. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ സാരിയുടെ കട, പിന്നെ മുണ്ട്, പിന്നെ കുറച്ച് ഈ മുടിയിലിടുന്ന സാധനങ്ങൾ, കളിപ്പാട്ടം, പിന്നെ ബജ്ജികൾ. രാവിലെ തന്നെ നമ്മൾ അതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ, മുളക് ബജ്ജി അതൊന്നും അങ്ങനെ ഇത്രയും രാവിലെ കഴിക്കാനേ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഫുഡൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടിക്ക് ഇതേ ടോയ് മേടിച്ചു. പക്ഷേ ഇമ്മക്ക് എത്ര നോക്കിയിട്ടോ അതിങ്ങോട്ട് അമർത്തി അങ്ങനെ പൊന്തിച്ച് ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതെവിടെ പൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് പോലെ ഉണ്ടാവുമല്ലോ ഈ ഒരു 10 ദിവസം, അത് നല്ല അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു വല്ല ഫോട്ടോഗ്രാഫറേയും കൊണ്ട് വന്ന് നല്ല ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ കാണാനായിട്ട്. പക്ഷേ ഇവിടെ എത്ര ചേട്ടന്മാർ ഭയങ്കര അടിപൊളി, നല്ല വൈബാണ്. നമ്മളിങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അയ്യോ ചേട്ടാ ഹായ് കാണിക്കണോ, അയ്യോ അത് ഞാൻ ഇപ്പോഴാട്ടോ കണ്ടേ. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര കൂളാണ്, എന്നുവെച്ചാൽ ഭയങ്കര വെൽക്കമ്മിങ്ങാണ്. ഫോട്ടോ എടുക്കാനാണോ വന്നത്, ഫോട്ടോ എടുത്തോളൂ, ഫോട്ടോ എടുക്കൂ, ഫോട്ടോ എടുക്കൂ, ഇവിടെ വ്ളോഗ് ചെയ്യൂ, ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൂൾ വൈബാണ്. കുറേ ഉണ്ട് കേട്ടോ പൂക്കൾ. അപ്പോൾ എനിക്ക് കിറ്റ് മേടിച്ചിട്ട് തിരുവോണത്തുനാൾ ഇടണം എന്നുണ്ട്. അല്ലാണ്ട് സാധാരണ ദിവസം ഈ 10 ദിവസമൊന്നും ഇടണില്ല കേട്ടോ. നമ്മളങ്ങനെ അച്ഛൻ്റെ ഇതൊന്നും അങ്ങനെ റിക്കവർ ചെയ്ത് വരാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല, ഓണാഘോഷം നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ എന്താ ഇങ്ങനത്തെ പൂച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അത് പിന്നെ ഞാൻ മേടിച്ചില്ല. പിന്നെ ബുദ്ധൻ്റെ ഇങ്ങനെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തൊരു മുഖശ്രീയാല്, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ ആന, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആനയെ നോക്കിയൊക്കെ നിന്നു. നല്ല ക്യൂട്ട്, നല്ല ചക്കര മുത്തായിട്ടുള്ള ആന കേട്ടോ, വലിയാണ് പക്ഷെ ഭയങ്കര കൂട്ടല്ലേ. I wish I could touch it.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. കൈ ലേസർ ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഫസ്റ്റ് സെഷനാണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ ലേസർ ചെയ്യല്ലേ വിചാരിച്ചു. കാല് ഫുള്ള് അത് കാലത്ത് ടാൻ കളയാൻ വേണ്ടിയിട്ട് കാലിൽ ഫുള്ള് വെയിലടിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഫുൾ ടാൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ GFC ചെയ്തു കേട്ടോ. അതും ഞാൻ റിവ്യൂ പറയേ, പേടിക്കണ്ട കേട്ടോ. ഇതില്ല, ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയനാണ് പറയുക. അപ്പോൾ ഞാൻ 2 പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ട്രൈ ചെയ്തു, GFCയും അതേപോലെ തന്നെ ലേസറും. ലേസർ ഞാൻ പിന്നെ അണ്ടർ ആംസിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഏത് മൂവിയാണ് കാണാൻ പോകുന്നത്? പല്ല് പറിക്കുകയാണോ? ഏത് മൂവിയാണ് നമ്മൾ കാണാൻ വന്നിരിക്കണേ? ഐ എക്സൈറ്റഡ്. ജയിലർ. ചുമ്മാരാത്ത. അപ്പോൾ നമ്മള് മുന്നേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഇങ്ങനത്തെ എല്ലാ സിനിമകളും കാണാൻ വന്നിരുന്നത്. അതൊക്കെ ഒരു കാലം. ഇപ്പൊ നമ്മള് ഇറങ്ങി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പൊ അവസാനം കുറച്ച് സമയം കണ്ടെത്തി. അതെ, നമ്മള് ജീവിച്ചു. സത്യം മൂവി തലൈവർ മൂവി നമ്മൾ ഇത്ര സമയം എടുത്തിട്ട് കാണുന്നു എന്നതിനർത്ഥം നമ്മളെ ജീവിതത്തിന്റെ വലിയൊരു പ്രാരാബ്ദത്തിന്റെ പടുകുഴിയിലാണ്. എന്തൊക്കെയാ ഇപ്പൊ ലൈഫിൽ നടക്കണേന്ന് ഒരു പിടുത്തൂല കേട്ടോ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ ഒരു സ്ട്രഗിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരുവിധം കുറച്ച് സമയമൊക്കെ എടുത്ത് വന്നു. ഞാനിവിടെ ലേസർ ചെയ്യാൻ വന്നതാണ്. ഞാൻ എന്റെ അപ്ഡേറ്റ് പറയാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അണ്ടർ ആം ലേസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഷേവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ കയ്യിലത്തെ ലേസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ കുറെയൊക്കെ ബെറ്റർ ആവും. പിന്നെ നമുക്ക് കയ്യിലത്തെ ടാൻ മാറാനായിട്ട് ഒരു പീല് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ അപ്പൊ ഒരു 10 ദിവസത്തെ ബ്രേക്ക് എടുക്കണം, പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കണം. ഷൂട്ട് ചെയ്യാണ്ടിരിക്കാണ്ട് ആവശ്യം വരും തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പീൽ ചെയ്യുമ്പോൾ അതൊരു അഭംഗിയാണ്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ പീലാവണതാണ്. വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ വെയിലത്തിറങ്ങാൻ പാടില്ല. അതെനിക്ക് നടക്കുന്ന കാര്യമല്ല. അത് 10-12 ദിവസം നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്യണം. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെക്കുന്നത്. ഒരു സമയം ഉണ്ടാക്കിയിട്ട് അതെനിക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേയൊക്കെ ടാനിന്റെ ഇതിൽ വ്യത്യാസം വരുന്നുണ്ടാവും അങ്ങനെ. അപ്പോൾ നമ്മളിതേപ്പോൾ പാർക്ക് ചെയ്യണതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ നമ്മൾ ശോഭയിലെത്തിയപ്പോൾ അവിടെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇതേപോലെ നല്ല രസമായിട്ട് ഇങ്ങനെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നല്ല രസമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ ബൂത്ത് പോലെ ചെയ്തിട്ടുണ്ട്. ഇതേ മാവേലിയും പിന്നെ സദ്യയും. എംകുട്ടി സദ്യയൊക്കെ എടുത്ത് കഴിച്ചില്ലേ ഇതിന്ന്? സദ്യ ഇസ് നോട്ട് റിയൽ. സദ്യ ഇസ് നോട്ട് റിയൽ. അപ്പോൾ നമ്മൾ മൂവിക്ക് കയറുകയാണേ. How was the movie? Okay. എന്താ കാരണം? Because I don't like the Basha little, like a little bit Malayalam, a little bit English, not English, a little bit Malayalam, a little bit Tamil, a little bit Telugu. അത് ഇഷ്ടപ്പെട്ടില്ല. എംകുട്ടിക്ക് ഒറ്റ ഭാഷ പിന്നെന്താ കുഴപ്പം? സാഡ് എൻഡിങ്. അയ്യോ സ്പോയിലർ, സോറി ഗൈസ്, സ്പോയിലർ ആയിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ഈ ഒരു 3D വെർച്വൽ VR ഇത് ഇമ്മക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? Well, it was like a roller coaster, but there were so many obstacles. Like there was a spider, there was a scorpion. Man, it was so cool. So cool. You liked it? Yeah. Would you love to try it again? Yeah, I would love this. And this is called a VR. It's not real life. Baby, how was it? It was like it was like there would be so many things, and you would have to dodge those things. കുട്ടി അങ്ങ് നേർത്തു. ഇഷ്ടായോ? Yeah. അടിപൊളിയായിരുന്നോ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണത് കൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. നമ്മുടെ നവ്യ കേക്ക്സ് ഇല്ലേ, ഇക്കണ്ട വാര്യർ റൂട്ടിലാണോ അതിൽ?
അവിടെ എവിടെയാണ് കേട്ടോ. ബേക്കറി ആണോ? നവ്യ കേക്ക്സ്. നവ്യ കേക്ക്സ് അല്ലടാ. ആണോ? എന്തായാലും അതിന്റെ മീതി ആയിട്ടാണ് കേട്ടോ. പോയി നോക്കൂ. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാ. ഞങ്ങൾക്ക് ആസ് യൂഷ്വൽ ഞങ്ങളെല്ലാം തൊണ്ട രോഗികളാണ്. ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് വരണ അസുഖം തൊണ്ടവേദനയാണ്. അപ്പോൾ എസിലൊക്കെ കുറേ നേരം ഇരുന്ന് പിന്നെ ഇമ്മക്കുട്ടിക്ക് അത് പെട്ടെന്ന് തൊണ്ടയ്ക്ക് പിടിക്കും. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, അതുപോലെ റാബിറ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കല്ലപ്പം ഉണ്ട് കേട്ടോ അവിടെ, അത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ മപ്പാസ് എങ്ങനെയാ? കല്ലെടുക്കും, അത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പ എടുക്കും, അത് രണ്ടും കൂട്ടിയിട്ട് മാവാക്കും, അത് പാനിൽ ഉണ്ടാക്കും. അയ്യോ, അപ്പം എന്തായാലും അത് കഴിച്ചു. ഞങ്ങൾ ഒരു കറി മേടിക്കും, എന്നിട്ട് ഒന്നോ രണ്ടോ ഐറ്റം ലൈക്ക് അപ്പം, അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കല്ലപ്പം ഉണ്ട്, അതെന്തെങ്കിലും ഇത് മേടിച്ച് നമ്മൾ 3 ആളും കൂടി ഷെയർ ചെയ്ത് മിനിമം വളരെ കുറച്ച് ഞങ്ങൾ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കഴിച്ചു തീർക്കും. അങ്ങനെ ഇപ്പം കുട്ടിയുടെ മുടിയുണ്ടോ ആകെ ചപ്രത്തലിച്ച് സ്വയം കിട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ എന്താണ്, നമ്മൾ വീട്ടിലെത്തി. എൻ്റെ എഡിറ്റിംഗ് പരിപാടി ഇപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആവും. Kind of. It's my hand. അമ്മേൻ്റെ കണ്ണി കുത്തി കടുവേ. അപ്പോൾ ഞാനെന്തായാലും അപ്ലോഡ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്, ഒരു 10 മിനിറ്റിൻ്റെ വ്ളോഗായിട്ട് ഉണ്ടാവുക. 100,000 minutes. 100,000. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ വേഗം എഡിറ്റ് ചെയ്യട്ടെ, മടിച്ചാവാണ്ട്. നമ്മുടെ സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. അപ്പം എനിക്ക് തോന്നി ഈ വ്ളോഗ് അപ്പോൾ അവണേക്കാട്ടിലും മുന്നേ നമ്മുടെ സീരീസ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ സീരീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അസ്വി വ്ളോഗ്സ് നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. 2 ചാനൽ എല്ലാ ദിവസവും എന്തായാലും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇതിപ്പോൾ അപ്ലോഡ് ആവുന്ന സമയം കൊണ്ട് നമ്മുടെ സീരീസ് കഴിഞ്ഞിട്ടുണ്ടാവട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലവ് യു സോ മച്ച്. ജയിലർ സിനിമ കണ്ടു നോക്കൂ, നല്ലതാണ്. വയലൻസ് ഭയങ്കര വയലൻസ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എത്ര കണ്ടും സംശയം. ഞാൻ ശരിക്കും ഫൈറ്റ് ചെയ്യുമ്പോ ഇങ്ങനെയായിരുന്നു, അച്ഛനെങ്ങനെയായിരുന്നു കാണിച്ചേ അമ്മയോ? You were like holding But you were holding my hands. That's why you were brave. I was protecting you. But you were holding my hands like this. Okay, whatever. Apatre, love you so much. Bye. Tata. Bye.